എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എൻ്റെ പേര് ലിസ്സി എന്നാണ്. എല്ലാവരും ലിസ് ചേച്ചി എന്ന് വിളിക്കും. ഫാമിലിയായിട്ട് താമസിക്കുന്നു. കുറച്ച് വർഷങ്ങളായി. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മദേഴ്സ് ചാരിറ്റി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതിനകത്ത് ഒരു മെമ്പർ കൂടിയാണ്. നിങ്ങളൊക്കെ പൂക്കളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്കും പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇവിടെ UK-ൽ ഇപ്പം വിടർന്നു കൊണ്ടിരിക്കുന്ന പൂക്കളും അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ പൂന്തോട്ടങ്ങളെയും സമീപ പ്രദേശങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സൗത്താംപ്ടൺ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ഒരു പാർക്കാണ്. ഒരുപാട് പാർക്കുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് ടൈം തുടങ്ങുവാണ്. ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആയല്ലോ. അപ്പോൾ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്പ്രിങ്ങൊക്കെ ഓൾമോസ്റ്റ് എത്തി തുടങ്ങുവാണ്. അപ്പം ആദ്യത്തെ പൂക്കളെയാണ് നിങ്ങൾക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് കേട്ടോ. അത് ക്രോക്കസ് എന്നാണ് ഇതിൻ്റെ പേര്. പല വർണ്ണങ്ങളുള്ള പൂക്കളുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലും ഇതിനോട് സാദൃശ്യമുള്ള ഏതൊക്കെ പൂക്കളുണ്ട് നിങ്ങൾക്കറിയാമെങ്കിലൊന്ന് പറയണേ. ഇതിനകത്ത് ഏറ്റവും ഭംഗി കാണാനായിട്ട് വൈറ്റിനകത്ത് കണ്ടോ ഒരു ചെറിയൊരു മഞ്ഞ രീതിയിലുള്ള ഒരു ചെറിയൊരു എന്താ പറയണേ, അതുണ്ട്. തേൻ വന്ന് കുടിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞ് ചിത്രശലഭങ്ങളുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ അതേ മഞ്ഞയുണ്ട്. പിന്നെ ഒരു വയലറ്റും മഞ്ഞയും കൂടി കൂടിയിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്. പിന്നെ വയലറ്റ് തന്നെയുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ കിഴങ്ങ് ലാസ്റ്റ് ഇയറിൽ ഇവിടെ കിടപ്പുണ്ട്. ഇവർ നട്ടിരിക്കുന്നതാണ്. അപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ഇത് കാണാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ, എൻ്റെ അറിവിലുള്ള സ്പ്രിങ് ടൈമിലുള്ള ആദ്യത്തെ പുഷ്പങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ? I think you are a photographer. I am. Oh, okay. They're called crocuses. Uh-huh. They come up around this time every year. Oh. The bees adore them. You can see all the bees coming in and out, and it's just a wonderful display. Yeah. I think the leaves are less. I think only the flowers are so beautiful. Yeah. Different colors. Yes. Yeah, I love the purple one. Yeah, I like yellow one. Yes. Yeah. What about you? Yeah, all colors. All yeah. colors. Yeah. Oh. Yeah. No, it's amazing. Oh. Thank you so much. Thank you. Thanks a lot. ഈ പുഷ്പത്തിൻ്റെ പേര് ക്രോക്കസ് എന്നാണ്. ഞാനത് ടൈപ്പ് ചെയ്തിടാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുങ്കുമപ്പൂവിൻ്റെ ഒരു സാദൃശ്യം പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സാഫ്രോൺ ഇല്ലേ, അത് ശരിക്കും ഇതിൻ്റെ ഈ വെള്ളയ്ക്കും ഓരോ പുഷ്പങ്ങൾ കാണുമ്പോഴായിരിക്കും അതിനാ ഭംഗിയെന്ന്. മഞ്ഞയ്ക്ക് അതിലേറെ ഭംഗിയാണ്. മഞ്ഞ, അയ്യോ, ഏത് പുഷ്പങ്ങൾ എടുത്താലും അതിന് ഒരു കവിതയൊക്കെ എഴുതാൻ പറ്റുന്നവർക്ക് ഒരു 4 വരി കവിതയൊക്കെ എഴുതാം കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഓരോ പുഷ്പങ്ങളും. അതുപോലെ തന്നെ ഇത് ഒന്ന് തൊട്ടാൽ മതി, അപ്പം അങ്ങോട്ട് എന്താ പറയുക ഒടിഞ്ഞു പോകും. അത്രയ്ക്ക് ഡെലിക്കേറ്റാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇലകൾ വളരെ കുറവാണ്. പുഷ്പങ്ങൾ മാത്രമാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇന്ന് ഓഫായതുകൊണ്ട് ഇവിടെ നല്ല വെതറുമാണ്. അപ്പോൾ അത് കാരണം നടക്കാനും വരാറുണ്ട്. അപ്പം ചില ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, അവരൊക്കെ എൻ്റെ കൊച്ചനുജത്തിമാരാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അനുജത്തി ടീന കൂടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരെ കൊണ്ടാണ് ഞാൻ വരാറ്. അപ്പം ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വേറെ ദിവസം വീഡിയോ ഇടാം കേട്ടോ. നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ കൊച്ചു കേരളമാണെന്ന് വിചാരിക്കും. അത് ഞാൻ വിശദീകരിച്ച് ഞാനൊരു ദിവസം വീഡിയോ ഇടാം. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോക്കസിൻ്റെ ഒരു മഞ്ഞ മാത്രമായിട്ട് കണ്ടു. അതിനെപ്പറ്റി ഒരു വാക്ക് പറയാം കേട്ടോ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി അല്ല, അനുജത്തി ടീന എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ടീന ഈ പൂക്കൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങ് വീണുപോയി. ഈ പൂക്കൾ അല്ലേ ടീന? ഈ പൂക്കൾ കണ്ടപ്പോൾ ടീനയ്ക്ക് ഇതിൻ്റെ മൊട്ട് കണ്ടപ്പോൾ എന്തിനെങ്കിലും ഒരു സാദൃശ്യം തോന്നിയായിരുന്നോ? നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ നമ്മൾ മുടിയിൽ ചൂടിക്കൊണ്ടുപോകുന്ന ചെമ്പകം. അതെ അതെ അതെ. ശരിക്കും ഇതിൻ്റെ മുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഇത് മുട്ടുകളൊക്കെ ഇപ്പോൾ വിടർന്നു. ടീനയ്ക്ക് ഏത് കളറാണ് ഏറ്റവും ഇഷ്ടമായത്? ഇതിന്റെ പല കളറും ഉണ്ടല്ലോ, വൈറ്റ്, പർപ്പിൾ, യെല്ലോ എല്ലാം ഉണ്ടല്ലോ. എല്ലാം നല്ല എല്ലാത്തിനും ഓരോ ഭംഗിയാണല്ലേ? പർപ്പിൾ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പർപ്പിളാന്ന് തോന്നുന്നു. ഈ നമ്മുടെ കുങ്കുമപ്പൂവിന്റെ ഒക്കെ ആ പൂവിന്റെ ഒരു ഇത് ഏകദേശം ഇതുപോലെയാണ് ഇതിന്റെ പർപ്പിൾ തോന്നിയല്ലേ? നല്ല പൂക്കളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം.